സാർ, ഈ പഹൽഗാം അറ്റാക്കിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ എല്ലാം കഴിയുന്ന ശേഷം ഇന്ത്യക്ക് ഒരുപാട് ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നേരിട്ടുള്ള ശത്രുക്കൾ ആരെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനും തുർക്കിയും എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും ബംഗ്ലാദേശിൻ്റെ ചിത്രം വരുന്നുണ്ട്. മാത്രമല്ല ഇതിനിടയിലാണ് ചൈനയുടെ റോള്. ചൈനയെ നമുക്കറിയാം എപ്പോഴും ഇന്ത്യയെ ലക്ഷ്യമിട്ട് അവർ നമ്മുടെ അയൽ രാജ്യങ്ങളെ ഇപ്പം ശ്രീലങ്കയുടെ പോർട്ട് പിടിക്കുന്നു, നമ്മുടെ പാകിസ്ഥാനെ അവർ കേന്ദ്രീകരിക്കുന്നു, ഇപ്പോഴത്തെ ബംഗ്ലാദേശിനെ വെച്ച് കളിക്കുകയും ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ ശത്രുക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് ഇപ്പം മറ്റുള്ളവരിപ്പം നമ്മൾ സേഫ്റ്റി ആയിട്ട് നിൽക്കുന്നതിൽ പോലും ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ചൈനയല്ലേ? തീർച്ചയായിട്ടും ചൈന രണ്ട് വിധത്തിൽ ഇന്ത്യയെ ചവിട്ടാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പടിഞ്ഞാറ് വശത്ത് പാകിസ്ഥാനെ അതിന് സജ്ജമാക്കി നിർത്തുക, കിഴക്ക് വശത്ത് ബംഗ്ലാദേശിനെ സജ്ജമാക്കി നിർത്തുക. അപ്പോൾ ചൈനയ്ക്ക് രണ്ട് കാലുകളാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ ചവിട്ടാൻ. തലയിൽ ചൈന മോളിൽ കയറി ഇരിപ്പുണ്ട്, അതിന് പുറമെ ഇടതുവശത്തും വലതുവശത്തും രണ്ട് കാലുകൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലുകൾ അതിന് ശക്തമായ ബൂട്ടുകൾ, ഇന്ത്യയെ ചവിട്ടാനുള്ള ശക്തമായ ബൂട്ടുകൾ അവർ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശിനും നൽകിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും അടുത്തുള്ള ഒരു ന്യൂസ്. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിൽക്കക്കല്ലില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് വളരെ പ്ലാൻഡായിട്ട് അവരുടെ ഒരു അഭിവൃദ്ധി മാത്രമല്ല, അവരുടെ ആരാണോ ശ്രീ മുഹമ്മദ് യൂനസിനെ അവിടെ നിയോഗിച്ചത്, അത്തരം അധോലോക ശക്തികളുടെ പിൻബലത്തോടു കൂടി ഇന്ത്യയെ അടിക്കാനുള്ള ഒരു വലിയ സ്ട്രോങ് പ്ലേസ് ആയിട്ട് ബംഗ്ലാദേശിനെ മാറ്റുക, ഭാവിയിൽ ഇന്ത്യയുടെ ഈ 7 സിസ്റ്റേഴ്സിനെയും മ്യാൻമാറിനെയും കൂടെ ചേർത്തുകൊണ്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നുള്ള ഒരു വലിയ ലക്ഷ്യവും ആണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അവർ പ്രധാനമായിട്ട് കണ്ടിരിക്കുന്നത് ചൈനയാണ്. അപ്പോൾ ഈ മുഹമ്മദ് യൂനസ് ബെയ്ജിങ്ങിൽ ചെന്നിട്ട് ചൈനയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ത്യയിലേക്കുള്ള കവാടം ബംഗ്ലാദേശാണ്. ഞങ്ങൾ വിചാരിച്ചാൽ ഇപ്പോൾ ഈ 7 സിസ്റ്റേഴ്സിനെ ഞങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം, ഇന്ത്യക്കാരനെ അങ്ങോട്ട് കടക്കാൻ നോക്കില്ല. അപ്പോൾ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ആ ചെറിയ കോറിഡോർ മാത്രമേ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഏക മാർഗമുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കടൽ മാർഗമാണ് വേണ്ടത്. കടൽ മുഴുവൻ ഞങ്ങളുടെ കൈവശമാണ്. അപ്പോൾ ആ വഴിയും ഞങ്ങൾ അടയ്ക്കും. ഞങ്ങൾ പറയാതെ ഇന്ത്യക്ക് ഞങ്ങളുടെ കടൽ മാർഗം വരാൻ ഒക്കില്ല. അപ്പോൾ ചൈനയ്ക്ക് ഏറ്റവും ശക്തമായ ഒരു പിന്തുണ ഞങ്ങൾ നൽകുകയാണെന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായ കാര്യമാണ്. ഇതിനിടയിൽ അപ്പോൾ ഇന്ത്യയുടെ മുന്നൊരുക്കങ്ങൾ എന്തായാലും നോക്കേണ്ടതുണ്ട്. ഇന്ത്യ ഒന്നും കാണാതിരിക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ ദീർഘവീക്ഷണമുള്ള ഒരു രാജ്യം കൂടിയാണ്. അപ്പം ഇതിനെ ഏതെല്ലാം രീതിയിലായിരിക്കും ഇന്ത്യ ഇനി പ്രതിരോധിക്കാൻ പോവുക? എന്തായാലും നമ്മുടെ അയൽപക്കത്തുള്ളവരെല്ലാവരും തന്നെ നമ്മുടെ മിത്രങ്ങളല്ല എന്ന് ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞു. അപ്പം ശക്തമായൊരു തിരിച്ചടി അല്ലെങ്കിൽ പ്രതിവിധി എല്ലാം തന്നെ തേടുകയായിരിക്കില്ലേ ഇന്ത്യ? തീർച്ചയായിട്ടും. ഇന്ത്യ ആദ്യം നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചു എന്ന്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഇന്ത്യയെ വളഞ്ഞിട്ട് അടിക്കാനുള്ളൊരു പ്ലാൻ രൂപപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ലോകശക്തികൾ അടക്കം. അത് നമ്മളോട് ചിരിക്കുന്നവരും നമ്മളോട് പല്ലിളിക്കുന്നവരും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കാനുള്ളൊരു പദ്ധതി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തുർക്കി അതിൻ്റെ ഒരു നേതൃസ്ഥാനത്ത് വന്നു നിൽക്കുന്നു എങ്കിലും തുർക്കിക്കും ഉപരിയായി പല ശക്തികളും അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഈ കഴിഞ്ഞ ദിവസവും നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമാകാൻ സാധ്യതയുള്ളത് ഇപ്പോൾ പാകിസ്ഥാനേക്കാൾ ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ് പാകിസ്ഥാനെ പോലെ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണെങ്കിലും അവർക്ക് അതൊന്നും പ്രശ്നമല്ല, അവിടുത്തെ ജനതയും പ്രശ്നമല്ല. അവർക്ക് ഇന്ത്യയുമായി മത്സരിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാക്കും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ തുർക്കിയുടെ ഒരു പ്ലാൻ. തുർക്കി, സിറിയ, ഇറാൻ, പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കടന്ന് നമ്മുടെ കാശ്മീർ പിടിക്കുമെങ്കിൽ അങ്ങനെ, എന്നിട്ട് ബംഗ്ലാദേശിലേക്ക് പോവുക, അവിടുന്ന് മലേഷ്യ, പിന്നെ ഇന്തോനേഷ്യ, കിട്ടുമെങ്കിൽ ഇന്തോനേഷ്യ ഉൾപ്പെടെ ഒരു അരിവാൾ ബെൽറ്റാണ് ഇന്ത്യക്കെതിരെ ചുറ്റുമായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നത്. വളരെ ദീർഘമായ ഗൂഢമായ ചില പദ്ധതികളാണ് അതിൻ്റെ പിന്നിൽ നടക്കുന്നത്. ഇത് ഇന്ത്യക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ഇന്ത്യക്ക് അകത്തേക്കും ഒരുപാട് ഭീകര സംഘടനകളെയും അവർക്ക് ആശയം കൊടുക്കാനായിട്ട് പലരെയും ഒക്കെ കടത്തിവിട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഹൈദരാബാദിൽ നമ്മൾ കുറച്ച് തീവ്രവാദികളെ ഇന്നലെ പിടികൂടി, 2-3 പേര്. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ ശ്രീനഗറിനടുത്തും
ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളൊക്കെ ആയിട്ട് തീവ്രവാദികളെ നമുക്ക് പിടികൂടാൻ കഴിഞ്ഞു. ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞ ഒരു ബ്ലോഗറെ നമ്മൾ കണ്ടെത്തി. അവർ പാകിസ്ഥാൻ്റെ ചാരനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മാത്രമല്ല, അങ്ങനെ പലർ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേറൊരു പദ്ധതിയാണ്. അതായത് മുസ്ലിം നാമധാരികളാണ് തീവ്രവാദികൾ എന്നതിന് പകരം ഇപ്പോൾ ഹിന്ദുക്കളായവരെ തിരഞ്ഞെടുത്തുകൊണ്ട്, ഈ ജ്യോതി മൽഹോത്രയെ പോലെയൊക്കെയുള്ള പലരെയും തിരഞ്ഞെടുത്തുകൊണ്ട്, ചില സിഖുകാരെയൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് അത് മുസ്ലിം തീവ്രവാദികൾ മതത്തിലുള്ളവർ മാത്രമല്ല അല്ലാത്തവരും തീവ്രവാദികളായിട്ടുണ്ട് എന്നും അവരെ ഉപയോഗിക്കാമെന്നും ഒക്കെയുള്ള രീതിയിൽ കൊണ്ടുവരുന്ന ഒരു ചിത്രവും ഇവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഇന്ത്യക്കകത്ത് ഒരു ക്ലീനിങ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അത് നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗം വളരെ ശക്തമായിട്ട് നീങ്ങുന്നുണ്ട്. പലയിടത്തും ഇത്തരത്തിലുള്ള ചാര ഗ്രൂപ്പുകളെയും വ്യക്തികളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പുറമെയാണ് നമുക്ക് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഭീഷണി നമുക്ക് നേരിടേണ്ടി വരുന്നു. ബംഗ്ലാദേശ് ഡയറക്റ്റായിട്ട് ചൈനയോട് പറഞ്ഞിരിക്കുകയാണ്, ഇനി പോരെ, നിങ്ങൾക്ക് ഈ സ്ഥലം ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാനും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനും ഒക്കെ ഉള്ള ഒരു താവളമാക്കി ഞങ്ങൾ തരാം. ഞങ്ങൾ വിചാരിച്ചാൽ ഈ 7 സിസ്റ്റേഴ്സിനെ മുഴുവൻ പൂട്ടും. അതായത് വടക്ക് കിഴക്കൻ മേഖലയെ മുഴുവൻ ഞങ്ങൾക്ക് പൂട്ടാൻ സാധിക്കും. ഈ തത്വത്തിലാണിപ്പോൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഇന്ത്യ ഇപ്പോൾ ഒരു ബദൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ ബദൽ എന്ന് പറയുന്നത് നമ്മുടെ ഷില്ലോങ്ങിൽ നിന്ന് തിരിച്ച് മണിപ്പൂർ, ആസാം വഴി മ്യാൻമാറിലേക്ക് പോകുന്ന ഒരു അതിവേഗ റോഡ് പദ്ധതിക്ക് നമ്മൾ രൂപം നൽകിയിട്ടുണ്ട്. ആ റോഡ് പദ്ധതി പോയി നിൽക്കുന്നത് മ്യാൻമാറിലെ പോർട്ടിലാണ്. അപ്പോൾ 167 കിലോമീറ്ററുള്ള 22,000 കോടി രൂപ ചിലവുള്ള ഒരു റോഡ് പദ്ധതിയാണ്. എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കാനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ പോർട്ടിലേക്ക് എത്തുന്ന റോഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഈ എന്തെങ്കിലും കാരണവശാൽ ചൈന ഉൾപ്പെടെ വന്ന് നമ്മുടെ ഈ ചിക്കൻ നെക്ക് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിവിശാലമായ ഒരു റോഡ് ഷില്ലോങ് മുതൽ നമ്മൾ മണിപ്പൂർ, ആസാം ഒക്കെ കടന്ന് നമ്മൾ മ്യാൻമാറിലെ തുറമുഖം വരെ. അപ്പം ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് തുറമുഖം പോലും അവർക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ കടൽ വഴിയും ബ്ലോക്ക് ചെയ്യുന്നതാണ്. അതിനാണ് ഇന്ത്യ മ്യാൻമാറിൻ്റെ നടുവിലൂടെ ചെന്ന് ഒരു തുറമുഖം വരെ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് വലിയ ഒരു ഇന്ത്യയുടെ ഒരു നീക്കമാണ്. ആ നീക്കം വിജയിക്കും. കാരണം ഇപ്പം തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും തയ്യാറെടുത്ത് പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ചൈന മുന്നോട്ട് വരുന്നതിന് മുമ്പേ നമ്മളും അവരെ ശക്തമായിട്ട് പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ ബ്ലോക്ക് ചെയ്യാനുള്ള പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഇമ്പോർട്ടുകളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് നിർത്തലാക്കിയതോടുകൂടി അവർക്ക് 700 കോടി രൂപയുടെ നഷ്ടം ഇപ്പം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു. ഗാർമെൻറ്റ്സ് ഇങ്ങോട്ട് എടുക്കുന്നില്ല. അവരുടെ ചെറിയ ചെറിയ ജൂട്ട് അതുപോലത്തെയുള്ള ആക്ടിവിറ്റികൾ അതെല്ലാം തന്നെ നമ്മൾ തടഞ്ഞുകൊണ്ട് നമ്മുടെ 4 ഗേറ്റ്സ് നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് 4 എന്ന് പറയുന്നത് ത്രിപുര, ആസാം, മിസോറാം, മേഘാലയ ഭാഗത്തെ 4 ഗേറ്റ് വേകൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി ആ പ്രദേശത്തും അവർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഇന്ത്യ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനോട് രക്തവും വെള്ളവും ഒന്നിച്ച് തരില്ല എന്ന് പറയുന്ന പോലെ ഇവരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ട്രേഡും പ്രൊവക്കേഷനും ഒന്നിച്ച് പറ്റില്ല, വ്യാപാരവും കുത്തിത്തിരിപ്പും കൂടെ ഒന്നിച്ച് നടത്താം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അത് ഞങ്ങൾ സമ്മതിക്കില്ല. അതിപ്പോൾ യുഎൻഎസിന് ഒരു ക്ലിയർ മെസ്സേജ് കിട്ടി. അതേ ഉടൻ തന്നെ ഇല്ല, ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്ക് നല്ല ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. കാരണം അവിടെ വളരെ ബുദ്ധിമുട്ടിലായിട്ടുണ്ട്, ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ പാകിസ്ഥാനോട് പരസ്യമായിട്ടല്ലെങ്കിൽ പോലും ഒരു യോജിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന രീതിയിൽ വരുന്നുണ്ട് ബംഗ്ലാദേശ്. പ്രത്യേകിച്ച് ഒരു അറബ് കൺട്രീസിൻ്റെ ഒരു യൂണിറ്റ് വരുന്ന രീതിയിൽ. തുർക്കി അതിനകത്ത് വരുന്നുണ്ട്. മാത്രമല്ല അസർബൈജാനെ കൂട്ടുപിടിച്ച് അതുപോലെ തന്നെ പാകിസ്ഥാൻ എല്ലാവരും കൂടെ ഒരു ബെൽറ്റ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ അതിനെ എതിർത്ത് തന്നെ സൗദി, ഖത്തർ, UAE പോലുള്ള രാജ്യങ്ങളും നിൽപ്പുണ്ട്. അപ്പോൾ ആക്ച്വലി എന്തായിരിക്കും ഇവിടെ പ്ലാൻ? ഇപ്പോൾ ഈ ഒരു യൂണിറ്റി പിടിച്ച് ഒരു അറബ് ബെൽറ്റ് പിടിച്ച് പോകണമോ അതോ ചൈനയുടെ സഹായം തേടുകയോ? അങ്ങനെ ഇതിനകത്ത് ഒരു ന്യൂട്രലായിട്ട് നിൽക്കുകയാണ്. ഏതായിരിക്കും പാകിസ്ഥാനും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവർക്ക് ഒരു ഗുണകരമാകുന്ന കാര്യം? ഇന്ത്യയെ പൂട്ടാൻ പറ്റുന്നുവെന്ന് അവർ ചിന്തിക്കുന്ന കാര്യം എന്തായിരിക്കും? അവർ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും മുസ്ലിം ബെൽറ്റ് മാക്സിമം കൂടെ നിർത്തുക, ഒപ്പം ചൈന ഒരു സൂപ്പർ പവർ എന്നുള്ള രീതിയിൽ ചൈനയെ നമുക്കെതിരാക്കി നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ചൈനയുടെ ലക്ഷ്യവും അത് തന്നെയാണ്. പക്ഷേ ചൈന കൂടുതൽ നമ്മളോടിപ്പോൾ കളിക്കാത്തത്, റഷ്യ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഇത് അമേരിക്ക നിങ്ങളെ അവസാനം വെട്ടും. ഇപ്പോൾ ചൈനയെ ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഉപയോഗിക്കുന്നത് ഇന്ത്യ അവർ പറയുന്നത് കേൾക്കാത്തതുകൊണ്ടാണ്. ഈ ബ്രിക് ഇൻ്റർനാഷണൽ ഫോറവും
G20 ഫോറോ ഒക്കെ രൂപീകരിച്ച് നമ്മളിങ്ങനെ വേറൊരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി വരുന്നതിൽ അമേരിക്കയ്ക്കുള്ള വിദ്വേഷമാണ് ഇപ്പോൾ ചൈനയോട് ഇപ്പോൾ കൂട്ടുകൂടിയിട്ട് നമ്മളെ വേണമെങ്കിൽ തട്ടിക്കോ എന്ന് രണ്ട് തട്ടിക്കോ എന്നുള്ള രീതിയിൽ പെരുമാറുന്നത്. ഇത് ട്രംപ് ഭരണകൂടം മാത്രമല്ല, ട്രംപ് ഭരണകൂടം അതിൻ്റെ മുകളിലുള്ളതാണ്. അതിന് താഴെ ഒരു അധോലോക ഭരണകൂടമുണ്ട്, അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നതുണ്ട്. ആ ഡീപ് സ്റ്റേറ്റിൻ്റെ പദ്ധതികളാണ് ഈ നടക്കുന്നത് മുഴുവൻ. അത് ആരും അവിടെ ഭരിച്ചാലും, റിപ്പബ്ലിക്കൻ ആയാലും ഡെമോക്രാറ്റിക് ആയാലും ആര് ഭരിച്ചാലും അവർ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ കളികൾ നടന്നുകൊണ്ടിരിക്കും. അത് അവിടുത്തെ ബ്യൂറോക്രാറ്റ്സും അവിടുത്തെ കുറേ ബിസിനസ് താല്പര്യങ്ങളുള്ളവരും ചേർന്നുണ്ടാക്കിയിരുന്നൊരു കൂട്ടായ്മയാണ്. അതിങ്ങനെ ടോർപ്പഡോ പദ്ധതികളാണ് അവരുടെ ഉദ്ദേശം. തങ്ങൾ മുകളിൽ നിൽക്കാനായിട്ട്, നമ്മൾ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് അവർ ഇത്തരം ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതാണിപ്പോൾ ചൈനയ്ക്ക് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 ബോട്ടുകൾ ഇന്ത്യയെ ചവിട്ടാൻ. ബംഗ്ലാദേശ് ഇപ്പുറത്ത്, അതൊന്ന് കട്ട് ചെയ്യണേ. പാകിസ്ഥാൻ നമ്മുടെ പടിഞ്ഞാറ് വശത്ത്, ബംഗ്ലാദേശ് കിഴക്ക് വശത്ത് കുറച്ചുകൂടെ ശക്തമായിട്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. മ്യാൻമാർഗോ അല്ലെങ്കിൽ അതുപോലത്തെ ഭാഗങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ടൊരു ഗ്രേറ്റർ ബംഗ്ലാദേശും കൂടെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 2 ബോട്ടുകളായിട്ട് ചവിട്ടാനാണ് നോക്കുന്നത്. പക്ഷേ ഇന്ത്യ അതിന് ബദലായി പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. ലാൽ മോണിറ്റർ ഹട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എയർപോർട്ട്, അത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് തകർന്ന ഒരു എയർപോർട്ടാണ് ബംഗ്ലാദേശിലെ. ആ എയർപോർട്ട് ഇപ്പോൾ ചൈനയ്ക്ക് കൊടുത്തിട്ട് അത് വൻതോതിൽ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളൊരു പദ്ധതി ഇടുന്നുണ്ട്. അതും ഇന്ത്യ അറ്റാക്ക് ചെയ്യാനും പാകിസ്ഥാനും ചൈനയ്ക്കും ഉപയോഗിക്കാനും ബംഗ്ലാദേശിനും ഉപയോഗിക്കാനും ഒക്കെ ആയിട്ട് ആ പോർട്ടിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ഉദ്ദേശം. അതുപോലെ തന്നെയാണ് മറ്റൊന്ന്, ചിറ്റഗോഗ് എന്ന് പറയുന്ന ഇതിൻ്റെ അറ്റത്തായിട്ട് വരുന്ന മംഗള പോർട്ടും അവരിപ്പോൾ ചൈനയ്ക്ക് കൊടുക്കാനാണ് പരിപാടി. അതായത് ചിറ്റഗോഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആദിവാസി വിഭാഗത്തിൻ്റെ ഒരു സ്ഥലമാണ്. അവർ ചക്മ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണ് ഇവിടെ ഉള്ളത്. അവർ നമ്മുടെ ത്രിപുര, മണിപ്പൂർ, വെസ്റ്റ് ബംഗാൾ, ഇവിടുത്തെ മണിപ്പൂരില്ല, ത്രിപുര, വെസ്റ്റ് ബംഗാൾ, ആസാം, ഈ ഭാഗങ്ങളിലൊക്കെയുള്ള ശരിക്കും 7 സ്റ്റേറ്റിലും ചെറുതായിട്ടുണ്ട്. ആ ഗോത്രവർഗത്തിൻ്റെ ഒരു വിഭാഗമാണ് ഈ ചക്മ എന്ന് പറയുന്നത്. അവർ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവർ വിചാരിച്ചത് 1947 നമ്മൾ ഇന്ത്യയുമായിട്ട് ചേരുമെന്നാണ്. അങ്ങനെ അവർ ഇന്ത്യൻ ഫ്ലാഗ് വരെ അവിടെ ഉയർത്തിയതാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ നേതാക്കൾ അന്ന് അത്ര വില കൊടുത്തില്ല, പരിശ്രമിച്ചില്ല. അല്ലെങ്കിൽ ഈ ചിറ്റഗോഗ് എന്ന് പറഞ്ഞ മർമ്മപ്രധാനമായ ഭാഗം, സിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗം നമുക്ക് കിട്ടേണ്ടതാണ്. നമ്മുടെ കൂടെ വന്നേനെ അവർ. അപ്പോൾ അവർ നമ്മളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയും അവർ പിന്നെ പാകിസ്ഥാനിൻ്റെ കൂടെ ചേരാൻ നിർബന്ധിതരാവുകയും പാകിസ്ഥാൻ ഇവരെ അടിച്ചമർത്തി അവിടുത്തെ പലരിലും മതപരിവർത്തനം നടത്തുകയും മതപരിവർത്തനം തയ്യാറാകാത്ത ഈ ചാക്മ ആദിവാസികളെ മുഴുവൻ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത് വളരെ പ്രശ്നത്തിലാക്കി. അതിൽ കുറേ പേര് ഇപ്പോൾ ത്രിപുരയിലേക്ക് നമ്മളിവിടെ ഇങ്ങോട്ടൊക്കെ നാട് വിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവിടെ ഒരു പ്രബല വിഭാഗമുണ്ട്. ആ വിഭാഗം നമ്മുടെ ബലൂചിസ്ഥാൻ മോഡലിലൊരു റവല്യൂഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അത് ഇന്ത്യയാണെന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. പക്ഷേ നമ്മളല്ല, അവർ തനിയെ ആരംഭിച്ചിരിക്കുന്നതാണ്. അത് ഒരുപക്ഷേ ഇന്ത്യക്കൊരു ആയുധമാക്കാൻ കഴിയും. ഇന്ത്യ അത്തരം കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പക്ഷേ അവിടെ വലിയൊരു റവല്യൂഷനുള്ള ചാൻസ് ഉണ്ട്. ആ ചാക്മ എന്ന് പറയുന്ന വലിയ പ്രദേശം ശരിക്ക് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ത്രിപുരയോട് ചേർത്ത് വയ്ക്കാവുന്ന വലിയൊരു ഭാഗം നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അവസാനമായിട്ടൊരു കാര്യം കൂടെ ചോദിക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു ചൈനീസ് ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു അധിനിവേശം എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. അതായത് ഇന്ത്യയെ പൂട്ടാനുള്ള രീതിയാണോ അല്ലേന്ന് അറിയില്ല. എന്നാൽ പോലും ഇങ്ങനെ നമ്മൾ പറയാം, കാലങ്ങളാണ് ചിലപ്പോൾ ഇതിനെ തീരുമാനിക്കുന്നത്. പണ്ടും ഇങ്ങനെ വന്നവരാണ് പിന്നീട് അതിന് അധിപന്മാരായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചൈനക്കാർ വല്ലാത്ത രീതിയിൽ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അതിർത്തികളിൽ തമ്പടിച്ച് കയറുന്നുണ്ട്, അങ്ങനെ കയറി വരുന്നുണ്ട്, വ്യാവസായിക ഇടനാഴികൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വല്ലാത്ത രീതിയിൽ നമ്മളെ ഇന്ത്യയെ പൂട്ടുന്നില്ല. അപ്പം ഇന്ത്യ ഇതിനകത്ത് കൃത്യമായൊരു ഇടപാട് അല്ലെങ്കിൽ ഒരു ഇടപെടൽ നടത്തി ചൈനയ്ക്ക് കൃത്യമായൊരു മറുപടി കൊടുക്കേണ്ട സമയം കഴിഞ്ഞില്ലേ നമ്മൾ ഇതിനകത്ത്? കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ ഇപ്പോൾ ചൈന ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അധിനിവേശം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയാമോ, പാകിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. അതൊരു ഡീപ്പ് സ്റ്റേറ്റ് പോലെ അല്ലെങ്കിൽ ടെററിസ്റ്റ് സ്റ്റേറ്റ് പോലെ അല്ലെങ്കിൽ ഒരു റോ സ്റ്റേറ്റ് പോലെയൊക്കെ നിൽക്കുന്നെങ്കിലും അവരൊരു സ്വതന്ത്ര രാജ്യമാണല്ലോ, ഒരു ഫ്രണ്ട്ലി പോലെ. അപ്പോൾ അവർക്ക് നമ്മളോട് ശത്രുത ഉള്ളതുകൊണ്ട് ചൈനയെ ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ ചൈന അവിടെ വരുന്നതിന് നമുക്ക് എതിർക്കാൻ നോക്കില്ല. അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശ്, പ്രത്യേകമായ എൻറ്റിറ്റി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ചീഫ് അഡ്വൈസർ, അവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരി മുഹമ്മദ് യൂനിസ് അവരെ ചൈനയെ 2 കൈയിൽ നീട്ടി വെൽക്കം ചെയ്യുകയാണ്. ക്രിയേറ്റ് ചെയ്യുന്നത് ചൈന തന്നെയല്ലേ? എല്ലാം ചൈന തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്.
$2 ബില്യൺ $2 ബില്യൺ ഒരു വലിയ പദ്ധതി അവിടെ അവർ തയ്യാറാക്കി കഴിഞ്ഞു. ചൈന ഇവർക്ക് കൊടുക്കാനായിട്ട്. $2 ബില്യൺ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അപ്പോൾ ഇന്ത്യയുടെ ഈ ട്രേഡ് ബന്ധമൊക്കെ ഡിസ്കണക്ട് ചെയ്താലും അതിനെ തടസ്സപ്പെടുത്താത്ത വിധത്തിൽ ചില കാര്യങ്ങളാണ് ചൈന ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടുത്തെ അതിന് പകരമായിട്ട് അവരുദ്ദേശിക്കുന്നത് അവിടുത്തെ പോർട്ട്, എയർപോർട്ട് ഇതൊക്കെ ചൈന കൈക്കലാക്കുക. ഞാൻ പറഞ്ഞില്ലേ, ചിറ്റഗോങ് എന്ന് പറഞ്ഞ സ്ഥലം ഒരു പ്രക്ഷോഭം വന്ന് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാമെന്നുള്ളതുകൊണ്ട് അവിടുത്തെ മംഗ്ല പോർട്ട് ചൈനയ്ക്ക് കൊടുക്കുകയാണ്. അത് നമുക്ക് നമ്മുടെ സുരക്ഷിതത്തിന് വളരെ അപകടം ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൈന കുറേശ്ശെയായിട്ട് ഇന്ത്യയുടെ ടോപ്പ് ലെവലിൽ അവർ നമ്മുടെ വടക്ക് ഭാഗത്ത് നിൽക്കുന്നതിനോടൊപ്പം കിഴക്കും പടിഞ്ഞാറും കൂടെ ചൈന വിഷപ്രച്ഛന്നരായി ബംഗ്ലാദേശ് എന്ന രൂപത്തിലും പാകിസ്ഥാൻ എന്ന രൂപത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നേരിടേണ്ടത് നമുക്കൊരു ആവശ്യമാണ്. അതിന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കണ്ടുവച്ചിരിക്കുന്നത് റഷ്യയുമായിട്ടുള്ള ബന്ധമാണ്. റഷ്യ വിചാരിച്ചാലേ അല്പമെങ്കിലും ഇവരെ ഒന്ന് കൺട്രോളിൽ നിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് എല്ലാവരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് നീങ്ങില്ല. അപ്പോൾ യുദ്ധം അത്യാവശ്യമായ ഘട്ടത്തിലേ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ തയ്യാറെടുപ്പിലാണ്. നമ്മൾ 3 അതിർത്തികളിലും നമ്മൾ തയ്യാറെടുപ്പിലാണ്. 3 വിഭാഗങ്ങൾ നമ്മളെ ഒന്നിച്ച് അറ്റാക്ക് ചെയ്യാൻ വന്നാലും പ്രിപ്പയർ ആയിരിക്കാനാണ് നമ്മുടെ സേനകൾക്ക് നമ്മുടെ നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. അതിന് ഇപ്പോൾ ബംഗ്ലാദേശ് ബോർഡറിലേക്ക് ഇപ്പോൾ ഭയങ്കരമായ സൈനിക സെറ്റപ്പുകൾ പോയി കഴിഞ്ഞു. ബംഗാളിൽ ഇന്ന് നമ്മൾ വലിയൊരു പ്രകടനം നടക്കുകയാണ്. നമ്മുടെ വ്യോമ കര സേനകളുടെ എല്ലാം കൂടെ ഒരു വലിയ പ്രകടനം അവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ ബോർഡറിൽ നമ്മൾ മുമ്പ് നടത്തിയ പോലത്തെ ഒരു ആക്ടിവിറ്റി നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതൊക്കെ ഈ പ്രകടനങ്ങൾ മുഴുവൻ ഒരു ചെറിയ വാർ വന്നാൽ അല്ലെങ്കിൽ ഒരു സംഘർഷം വന്നാൽ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സലാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു യുദ്ധത്തിന് മുമ്പുള്ള നമ്മുടെ ഒരു തയ്യാറെടുപ്പാണ്. ആ വിധത്തിൽ വരെ നമ്മൾ മുന്നോട്ട് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്.